55 ലക്ഷം രൂപയിൽ താഴെയാണോ നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു കിടിലം വീടിൻ്റെ വിശേഷങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി പോകാൻ മറക്കില്ല കേട്ടോ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് കേട്ടോ. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ലൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചി ഇൻ്റർനാഷണൽ സ്കൂളിന് വളരെ സമീപത്തായി ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരത്തായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 3.5 സെൻറ്റിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. 1500ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി ഏരിയ ഉൾപ്പെടെയാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒരു 8 അല്ലെങ്കിൽ 9 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. കൂടാതെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഏതാണ്ട് ഒരു 15ഓളം കിലോമീറ്റർ ദൂരവും കിഴക്കമ്പലം ടൗണിലേക്ക് ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് 300 മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ മനോഹരമായ വീട് 3.5 സെൻറ്റിൽ 1500ഓളം സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിരിക്കുന്നു. ഒരു കാറ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ നൽകിയിരിക്കുന്നു. ഞാൻ എൻ്റെ കാറ് ഓൾറെഡി അതിൽ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ് കേട്ടോ. വീടിൻ്റെ മുൻവശത്തായി കല്ലുകളെല്ലാം പാകിയിരിക്കുന്നു. വീടിൻ്റെ ഫ്രണ്ട് വശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ വീതിയുടെ റോഡ് സൗകര്യം ലഭ്യമാണ്. നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് പോകാം. ഒരു പാളിയിലാണ് വീടിൻ്റെ മുൻവശത്തെ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ആഞ്ഞിലി മരത്തിലാണ് കേട്ടോ അതിൻ്റെ വുഡൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്ക് കാണാം വലിയൊരു കോർണർ സൈസ് സെറ്റ് ചെയ്തിട്ടാലും നല്ല സ്പേസ് ലഭിക്കുന്ന വിധത്തിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നല്ല ഭംഗിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് കേട്ടോ ഈ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ ഒരു കോർണറായി വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് കേട്ടോ ഈ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്. വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകി ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു 8 പേർ കപ്പാസിറ്റി ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വാഷ് കൗണ്ടറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് സെറ ബ്രാൻഡാണ്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടിയിൽ ഷെൽഫുകളെല്ലാം നൽകി സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഇവിടുത്തെ കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായൊരു കിച്ചൺ, നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് കേട്ടോ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല കളർ കോമ്പിനേഷൻ നൽകിയിരിക്കുന്നു. ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കിച്ചൺ ടോപ്പ് നാനോ വൈറ്റ് ടോപ്പ് നൽകിയിരിക്കുന്നത്. ബ്ലൂ ഷെയ്ഡ് നൽകി തന്നെയാണ് ഇവിടുത്തെ കബോർഡുകൾ നൽകിയിരിക്കുന്നത്. വർക്ക് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. വർക്ക് ഏരിയയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി കിണറും നൽകിയിരിക്കുന്നു. വടക്ക് കിഴക്ക് മൂലയിലാണ് കിണർ നൽകിയിരിക്കുന്നത്. ധാരാളം വെള്ളം ഈ ഒരു വേനൽക്കാലത്തും ധാരാളം വെള്ളം നമുക്ക് ഈ കിണറിൽ കാണുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെട്ടാലോ. ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിൽ ഒരു വാൾഡ്രോബ് വിത്ത് ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി മിറർ യൂണിറ്റ് എല്ലാം വരാറുണ്ട്. ഒരു ഡ്രസ്സിങ് ഏരിയയാണത്. ഇവിടുത്തെ ബാത്റൂമാണ് നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂം നൽകിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 7 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. പർഗോളകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി വലിയൊരു വിൻഡോ നൽകിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ് ഏരിയ ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിരിക്കുന്നു. ധാരാളം വിൻഡോകൾ നൽകി നല്ല വെളിച്ചം എപ്പോഴും ലഭിക്കുന്ന രീതിയിൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഒരു ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്.
ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. ബാൽക്കണിയും അത്യാവശ്യം വലിപ്പത്തോടു കൂടി തന്നെയാണ് ബാൽക്കണിയുടെ നിർമ്മാണം. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും 12 അടി വീതിയും ഒരു 16 അടി നീളവുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടാലോ. ലാസ്റ്റ് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം നൽകി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടാതെ വാൾഡ്രോബ് സൗകര്യവും നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. 3.5 സെൻറ്റിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1500ഓളം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ വീട് ബസ് റൂട്ടിൽ നിന്നും കേവലം 300 മീറ്റർ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. നല്ലൊരു റേറ്റിലാണ് ഇത് ലഭിക്കുന്നത്. ഈ ഒരു റേറ്റിന് ഇവിടുത്തെ ലാസ്റ്റ് വീടാണ്. ഇതിന് ചോദിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. 55 ലക്ഷം രൂപയിൽ താഴെ വീട് ലഭിക്കുന്നതാണ്. സൈറ്റ് വിസിറ്റിംഗായ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് ലാസ്റ്റ് ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾ ടൈൽസുകളെല്ലാം ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. സ്റ്റെയർകേസ് എല്ലാം ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത്. ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവർ ഇപ്പോൾ തന്നെ വിളിക്കാൻ മറക്കല്ലേ. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.